അസ്സലാമലൈക്കും ഗായ്സ്, ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമ്മളൊരു പുതിയ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റോറി കണ്ടിട്ടുണ്ടാവും. നമ്മൾ നേരെ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ആ ഒരു റിവ്യൂ, അതൊക്കെ നമ്മൾ ഈ ഒരു വ്ളോഗിൽ കാണുന്നതായിരിക്കും. ഇനി വരുന്ന ഏകദേശം ഒരാഴ്ചയോളം ഒരു ട്രിപ്പ് മൂഡ് തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു വ്ളോഗ് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് നല്ലോണം വിശന്നപ്പോൾ നമ്മൾ വൈറ്റ് ലൈൻ എന്ന് പറയുന്ന ഹോട്ടലിൽ നിർത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. ചായയും നല്ല അടിപൊളി നെയ് റോസ്റ്റും അതിൻ്റെ കൂടെ ഉഴുന്ന് വടയൊക്കെ ഓർഡർ ചെയ്ത് നല്ല സൂപ്പറായിട്ട് വയറ് ഫുള്ളാക്കി. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫുഡായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, നമുക്കിപ്പോൾ ആംബിയൻസ് എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു സാധാരണ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആൻഡ് നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് വയലട വ്യൂ പോയിൻ്റ് റിസോർട്ടാണ്. ഇതിവരുടെ റിസോർട്ടല്ല, ഇതിവർ ആക്ച്വലി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലീസിനെടുത്ത ഒരു ബംഗ്ലോ ആണ്. ഇവിടെ ടോട്ടൽ 4 ബെഡ്റൂംസ് ഉണ്ട്. 4 ബെഡ്റൂംസിൽ നമ്മൾ 3 ബെഡ്റൂംസാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു റിസോർട്ട് എടുക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് പറയുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ഉള്ള ഒരു റിസോർട്ടാണ്. വേറെ ഞാനായിട്ടൊരു ഡിഫക്റ്റ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ബട്ട് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സ്റ്റേക്കേഷൻ, നമ്മളങ്ങനെ ഒരു സംഭവമൊക്കെ എൻജോയ് ചെയ്യാനാണെങ്കിൽ നമ്മൾ മൊബൈൽ നെറ്റ്വർക്കൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഓഫ് കോഴ്സ് എനിക്കിപ്പം മൊബൈൽ നെറ്റ്വർക്ക് എനിക്ക് എന്തായാലും റേഞ്ച് കിട്ടുന്നില്ല. കാരണം എയർടെൽ അങ്ങനത്തെ ആകെ ഇവിടെ BSNL അതേപോലെ തന്നെ ജിയോ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പം ജിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതേപോലെ പുറത്ത് വന്ന് നിൽക്കണം. ആൻഡ് BSNL ഓഫ് കോഴ്സ് ആസ് യൂഷ്വൽ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഹൈ റേഞ്ചിലാണെങ്കിലും എങ്ങനത്തെ റേഞ്ചിലാണെങ്കിലും ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. സോ വാട്ട് എ വ്യൂ. ചൂടുണ്ട്, ഞാനിതാ കാണുന്നില്ല, വേർത്ത് കുടിക്കുന്നുണ്ട് ഗായ്സ്. ഒന്ന് പോയിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ലഞ്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എക്സ്ട്രാ ചാർജാണ്. ആൻഡ് അവർ 2 o'clock കൊണ്ടുവരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെക്ക് ഇൻ ടൈം എന്ന് വെച്ചാൽ 2 o'clock ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ. നേരത്തെ എന്ന് വെച്ചാൽ ഒരു അറൗണ്ട് 11 o'clock ആ ഒരു ടൈമിന് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്ത് കുറച്ച് കാണാനൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ആദ്യം നമ്മളവിടെ റിസോർട്ടിലാണ് പോയത്. എന്നിട്ട് അവിടുന്ന് റിസപ്ഷനിൽ നിന്ന് പിന്നെ, കാരണം ഇവിടെ റേഞ്ച് ഇല്ല ഒന്നാമത്. അപ്പോൾ നമ്മൾ അവിടുന്ന് റിസപ്ഷനിൽ കയറിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളിങ്ങനെ ഇവിടെ ഇതാക്കുന്നതാണ്. അപ്പം അവർ നമ്മളെ ഇങ്ങോട്ടേക്ക് അവരെ തന്നെ ഫോളോ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന റോഡാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോൾ ഒരു സാധാരണ കാറൊക്കെ എടുത്തിട്ട് വരാം, പ്രശ്നമൊന്നുമില്ല. നല്ല അത്യാവശ്യം കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു ജീപ്പിനൊക്കെ വരുന്ന ഒരു ഓഫ് റോഡുണ്ട്. ബട്ട് എന്നാലും വരും, കാറൊക്കെ വരും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതന്നെയാണ്, നമുക്കിപ്പം വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ നമുക്കൊന്ന് കറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് പണിയാണ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഈ രാത്രി നമ്മൾ കറങ്ങിയിട്ടൊക്കെ ഒരു ഏകദേശം ഒരു വൈകുന്നേരം രാത്രിയായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് പണിയാണ്. കാരണം ഈ ഒരു ഏരിയ മൊത്തം ഡാർക്കാണ്. അങ്ങനെ വേറെ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സ്ട്രീറ്റ് ലൈറ്റോ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പം ഇവിടെ ചെക്ക് ഇൻ ചെയ്യുക, ഇവിടെ വൈബ് ചെയ്യുക, എൻജോയ് ചെയ്യുക, എന്നിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോവുക.
ഇവിടെ ആ ഒരു നമ്മുടെ നൈറ്റ് എൻജോയ് ചെയ്യാം. അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഈ ഒരു ഇത്. ആൻഡ് ബാക്കിയുള്ള വിശേഷങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, റൂമൊക്കെ കാണുന്നുണ്ടാവും. റൂമെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ 4 റൂമാണുള്ളത്. 4 റൂമും സെയിം കോൺഫിഗറേഷൻ തന്നെയാണ്. എനിക്ക് വേണ്ടി ഞാനൊരു എക്സ്ട്രാ ബെഡൊക്കെ എടുത്തു. നമ്മൾ ടോട്ടൽ 3 ബെഡ്റൂമാണ് എടുത്തത്. ആൻഡ് നല്ല ബെഡ്റൂം തന്നെയാണ്, നല്ല ബെഡ്റൂമും അതേപോലെ തന്നെ ഈവൻ ബാത്റൂം ആയാലൊക്കെ നല്ല അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആക്ച്വലി ലൈക്ക് സ്വിമ്മിങ് പൂളിനും വേണ്ടിയിട്ട് നോക്കിയിരുന്നു. ബട്ട് അവരുടെ അടുത്ത് ആ ഒരു റിസോർട്ട് ഉണ്ടല്ലോ, വ്യൂ പോയിൻ്റ് റിസോർട്ടിൽ അവിടെ 2 ബെഡ്റൂമിൻ്റെ കോൺഫിഗറേഷനാണ് ഒരു കോട്ടേജിലുള്ളത്. പക്ഷേ നമുക്കവിടെ ഇപ്പോൾ നമുക്കെന്തായാലും 3 ബെഡ്റൂം വേണം. ഓക്കെ, സോ ഫോർ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ആൻഡ് ഇറ്റ് വാസ് നോട്ട് റെക്കമെൻഡഡ് ബൈ ദം. അതുകൊണ്ടാണ് നമുക്ക് അവർ ഈയൊരു ഇത് ചൂസ് ചെയ്ത് തന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ രാത്രി ബാർബിക്യൂ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തൊക്കെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഹമ്മൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റൊരു കാര്യം മറന്ന്, കുബൂസ് മറന്നു ഗൈസ്. സോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് മറ്റേ ചപ്പാത്തിയോ അല്ല പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈവനിങ്ങിൽ എത്രയെന്ന് ഇങ്ങനെയൊന്ന് കൗണ്ട് അതിനനുസരിച്ച് കൊടുക്കണം. ആൻഡ് ലഞ്ച് ഇപ്പം വരും. സോ നമുക്ക് അതും നോക്കാം, അതൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാം എങ്ങനെയാണെന്ന്. അവരുടെ എന്താ പറയുക ഇൻ-ഹൗസ് കിച്ചൺ അവിടെ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. നമ്മൾ വെജിറ്റബിളും അതേപോലെ തന്നെ ആവോലി പൊള്ളിച്ചത്, അതേപോലെ തന്നെ ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട്, ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് കാണാം, ആസ്വദിക്കാം, വേറെന്ത് ചെയ്യാം, വയറ് നിറക്കാം. ഓക്കെ, ലഞ്ചിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും എടുക്കാൻ വിട്ടുപോയി. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അതങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല നാടൻ കറികളായിരുന്നു. ആൻഡ് എന്താ പറയുക, സൂപ്പറായിരുന്നു. ഇപ്പോൾ നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ആൻഡ് ചപ്പാത്തിയും പൊറോട്ടയൊക്കെ അവരോട് ഓർഡർ ചെയ്ത പോലെ തന്നെ അവർ കൊണ്ടുവന്നു, ആസ്വദിച്ച് കഴിച്ചു. അസ്സലാമലൈക്കും ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ. നമ്മളിവിടെ വയലട വ്യൂ പോയിൻ്റ് റിസോർട്ടിൽ തന്നെയുള്ളത്. അവരുടെ ജംഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഈ ഒരു ബംഗ്ലോയിലാണുള്ളത്, പ്രൈവറ്റ് റിസോർട്ടാണ്. ആൻഡ് ഇന്ന് മോർണിംഗ് എണീറ്റപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. വാവ്, എങ്ങനെയുണ്ട് ഈ വ്യൂ? ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും അതേപോലെ തന്നെ ഇന്നലെ നമ്മളിവിടെ ബാർബിക്യൂ ഉണ്ടാക്കി, നിങ്ങളതും കണ്ടിട്ടുണ്ടാവും. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കതൊരു എന്താ പറയുക, ഒരു ലൈക്ക് വി ഫെൽറ്റ് ഇറ്റ് ആസ് എൻജോയ്മെൻറ്റ്. ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു ഇവിടുന്ന് എന്താ പറയുക ബാർബിക്യൂ ഉണ്ടാക്കി അത് തിന്നാനും. അതേപോലെ തന്നെ ഈവൻ ആഫ്റ്റർനൂൺ ലഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആഫ്റ്റർനൂൺ ലഞ്ച് നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ലൈക്ക് ഇപ്പോൾ നമ്മളൊരു റേറ്റിംഗ് വൈസ് നോക്കുവാണെങ്കിൽ ലൈക്ക് 4 out of 5 നമുക്ക് കൊടുക്കാം. ആൻഡ് നമ്മൾ ഓർഡർ ചെയ്തത് വെജായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വെജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി, പൊറോട്ട, പിന്നെ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവറോൾ കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. ആൻഡ് വേറെന്താ പറയുക, ഓവറോൾ നല്ലൊരു സ്റ്റേ ആയിരുന്നു. നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് ഉണ്ടായിരുന്നത്. വേറെ ഒന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പാർട്ട് ഫ്രം ദ നെറ്റ്വർക്ക്. ഞാൻ നേരത്തെ നിങ്ങളോടെല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ ആ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
എന്ന് അറിയോ ഈ ഒരു വ്യൂ കാണാൻ? നിങ്ങൾക്ക് ഈ ഒരു മൈക്കിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ആക്ച്വലി ഇതിൽ ഫസ്റ്റ് ടൈമാണ് ഇതിൽ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. എന്താ രസം എന്നറിയാം. ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. അത് ഞാനിപ്പോൾ പറയുന്ന ഒരു എക്സ്പ്രഷനിൽ, ഞാൻ പറയുന്ന ഒരു സ്വരത്തിൽ നിങ്ങൾക്ക് ആ ഒരു പഞ്ച് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പെണീറ്റ പാടായതുകൊണ്ടാണ് എൻ്റെ വോയിസ് എല്ലാം മൊത്തത്തിൽ എന്താ രസം. ഓക്കെ, ഇങ്ങനെ പോകുന്നുണ്ടോ അത്? സൂപ്പർ സൂപ്പർ. എന്ത് നല്ല വ്യൂ ആണ് നോക്കിയേ. ഞാനെൻ്റെ നമ്മുടെ വിൻഡോ എന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആണ് ശരിക്കും. നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്കൊരു സ്റ്റേക്കേഷൻ വൈബിന് പറ്റിയ ഒരു നല്ലൊരു സ്റ്റേക്കേഷൻ ഒരു റിസോർട്ട് തന്നെയാണിത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മളൊരു കുറേ ഫ്രണ്ട്സ് ഒരു അങ്ങനെയായിട്ട് വരുമ്പോൾ ഒരു ലൈക്ക് more than 8 passengers, like I mean 8 passengers അല്ല, സോറി 8 ഗസ്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പറയുക, നല്ലൊരു പ്രൈവറ്റായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഒരു വ്യൂവും അതേപോലെ തന്നെ ഈ ഒരു റിസോർട്ടും. നോക്കിയിട്ട് എന്തൊരു ഭംഗിയാണ് പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നേരെ നമ്മൾ തിരിച്ച് കോഴിക്കോട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ലതായിരുന്നു. ഇഡ്ഡലിയും ഉഴുന്നുവട പിന്നെ ചട്നിയും അതേപോലെ തന്നെ സാമ്പാറും, ഈ 4 ഐറ്റമാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രഷ്ലി കുക്ക്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പോവുകയാണ്. അവിടെ ഒന്ന് ചെറുതായിട്ട് കറങ്ങി അവിടെ നിന്ന് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് ഹൈലൈറ്റ് മാളൊന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നതാണ്. അങ്ങനെ ലഞ്ച് കഴിക്കാനും വേണ്ടി ഞങ്ങൾ കോഴിക്കോട് ഷാപ്പ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി. ഫസ്റ്റിൽ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കഞ്ഞിവെള്ളം കിട്ടി. നല്ലൊരു ആംബിയൻസ് ആണ്. ആൻഡ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓവർ പ്രൈസ്ഡാണ്, പക്ഷെ എന്താ പറയുക, അതിനൊത്ത ടേസ്റ്റും ഉണ്ട്. നല്ല ഫുഡായിരുന്നു. ഇതാണ് ഇതിൻ്റെ മെനു കാർഡ്. ഞാൻ നിങ്ങൾക്കിത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് എന്താ പറയുക, നല്ലൊരു ക്ലാസിക് എൻവയറമെൻ്റാണ് നമുക്ക് ഒരു വൈബ് ഫീൽ ചെയ്യാൻ കിട്ടിയത്. നമ്മൾ ജസ്റ്റ് ഒരു മീൽസ് ഓർഡർ ചെയ്തു. പിന്നെ തവ ഫ്രൈ, അതൊക്കെ ഒരു ഫിഷ് തവ ഫ്രൈ നമ്മൾ ഓർഡർ ചെയ്തു. ഫുഡെല്ലാം ഓവറോൾ നല്ല ടേസ്റ്റായിരുന്നു. നല്ല ആംബിയൻസും എന്താ പറയുക, വേറെ തന്നെ ഒരു വൈബായിരുന്നു. നമ്മൾ ആ ഒരു ഉച്ചഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്, ക്ലാസിക് മ്യൂസിക്കൊക്കെ വെച്ചിട്ട്. ഫിഷ് തവ ഫ്രൈ കൊണ്ടുവന്ന് തന്നെ വേറെ തന്നെ ഒരു ലെവൽ പ്രസൻറ്റേഷനിലാണ് കേട്ടോ. അതേപോലെ തന്നെ പോർട്ടബിൾ ഗ്യാസ് വെച്ചിട്ട് അത് ഒന്നും കൂടി ഒന്ന് മിനുക്കിയെടുക്കുകയാണ്. നല്ലൊരു എന്താ പറയുക, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ ചെയ്യുന്ന ഒരു മെത്തേഡ്, പ്രസൻറ്റേഷൻ സൂപ്പറായിരുന്നു കേട്ടോ. ശരിക്കും അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ആൻഡ് we all were very impressed when he shown that. ഗൈസ്, നമ്മളിപ്പോൾ ഹൈലൈറ്റ് മാളിലാണ് ഉള്ളത്. ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, ലഞ്ചൊക്കെ കഴിച്ചു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസും പഴയ പാട്ടും
കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനത് മ്യൂട്ടാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു എന്താ പറയുക, ഒരു സൂപ്പർ ആംബിയൻസ് ആയിരുന്നു. ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഒരു മീൽസൊക്കെ കഴിക്കുന്ന നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിൽ പോയി. നിങ്ങളെൻ്റെ സ്റ്റോറി കണ്ടിട്ടുണ്ടാവും. ആ സ്റ്റോറിയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചിരിയിൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ഇല്ല. കാരണം നമുക്കൊരു ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ജ്യൂസ് ആയിക്കോട്ടെ, എന്തുണ്ടായിക്കോട്ടെ, ആ ഒരു ചിരിയോടെ നമുക്കത് തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, പുഞ്ചിരിയോടെ തരുമ്പോൾ ഒരു വേറെ തന്നെ ഒരു റാഹത്താണ് നമുക്ക് ആ ഒരു ജ്യൂസോ അല്ലെങ്കിൽ ആ ഒരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ. ആ ഒരു വൈബ് നമുക്ക് കിട്ടിയിരുന്നു. മാഷാ അല്ലാഹ്, പഠിച്ചോനെ അവർക്ക് ബർക്കത്ത് നൽകട്ടെ. ആൻഡ് നമ്മളിപ്പോൾ ഹൈലൈറ്റ് മാളിലുള്ളത്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഓപ്പണിങ് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ചില ഷോപ്പേ തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ 3rd ഫ്ലോറിലാണ് ഇറങ്ങിയത്. ഇവിടെ ഫുഡ് കോർട്ട്, ഇഷ്ടം പോലെ ഫുഡ് കോർട്ട് ഉണ്ട്. സോ ലൈക്ക് എന്താ പറയുക, നമ്മളൊരു ദുബായ് മാളിൻ്റെ ഓൾമോസ്റ്റ് വൈബൊക്കെ കിട്ടുന്നുമുണ്ട്. ഞാൻ ഈ വ്ളോഗ് ഇവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ്. കൂടുതൽ പുതിയ ട്രിപ്പുമായി ഞാൻ അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മുഹമ്മദ് ആയിഷ സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും ഗൈസ്.